പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. തന്റെ മകൾക്കും കോളേജിൽ മാനസിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായി പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മ പറയുന്നു. പ്രധാനപ്പെട്ട റെക്കോർഡ് ബുക്കിൽ ടീച്ചറുടെ ഒപ്പ് തന്റെ മകൾ ഇട്ടതായി ആരോപിച്ചു. സഹപാഠികളുടെ മുന്നിൽ വെച്ച് ടീച്ചർ തന്റെ മകളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അപമാനിച്ചു. അധ്യാപികയെ വിളിച്ചന്വേഷിച്ചപ്പോൾ കയർത്ത് സംസാരിച്ചെന്നും വിദ്യാർത്ഥിനിയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യം നമുക്ക് വിദ്യാർത്ഥിനിയുടെ അമ്മ പറഞ്ഞത് കേൾക്കാം. പറയണം മോനെ, ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ പേടിച്ചത് നമ്മുടെ കുഞ്ഞവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചായിരുന്നു, മുഖം നോക്കിയായിരുന്നു ആ പണ്ടാരം കോളേജിലെ ടീച്ചർമാരാണേലും പിന്നെ എന്ത് തോന്നിയാസം കാണിക്കുന്നവളുമാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു മുഖം നോക്കിക്കൊണ്ട്. ഈ ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേന് എൻ്റെ കുഞ്ഞ് എന്തുമാത്രം മാനസിക വിഷമതകൾ അനുഭവിച്ച് കിടന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കോ ഇവരുടെ റെക്കോർഡ് ബുക്കോ അതേലേതാണ്ട് ടീച്ചർ ഇടേണ്ട സ്ഥാനത്ത് ടീച്ചറിൻ്റെ ഒപ്പ് ഇവളിട്ടെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇത് 2 ദിവസമായിട്ട് കൊച്ചിനെ വിളിക്കുമ്പോൾ അവൾ മൂഡ് ഓഫാ. എന്നാന്ന് ചോദിച്ചിട്ട് പറയത്തില്ല. അവസാനം ഇവൾ പൊട്ടിക്കരഞ്ഞ് എൻ്റെ അടുക്കൽ പൊട്ടിക്കരഞ്ഞ് ആ നിമിഷം ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അവരാദ്യം എന്നോട് അങ്ങോട്ട് കയർത്തോണ്ട് വന്നു. ഞാൻ കുറച്ച് പിള്ളേരോട് തിരക്കി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇതാര് ചെയ്തു അതാ അവർക്ക് അറിയണ്ടേ. ഞാൻ പറഞ്ഞു ആര് ചെയ്താലും എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ടീച്ചറെ നോയമ്പ് നോക്കി അവൾ ഈ വർഷം പരിമലയ്ക്ക് ഞങ്ങൾ നടന്നു പോയിട്ട് വന്നിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞത് ചെയ്യത്തില്ല ഞാൻ ഉറപ്പ് പറഞ്ഞു അവരോട്. ആ ഉറപ്പിൻ്റെ ഒറ്റ കാര്യത്തിലാണ് നമ്മളും പ്രതികരിച്ചുകൊണ്ട് അല്ലേലുണ്ടല്ലോ ആ ഒറ്റ നാമത്തിൽ. അവസാനം അവൾ എന്നോട് ഇവൾ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഇവൾ ഒപ്പിട്ട് കൊടുത്താലേ എന്തോ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം ഹോളിൽ ഇതിൻ്റെ ഇത് കാണിക്കുമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിലെ സംഭവമാണ്. ഓർത്തോണം നവംബറിലാണ് സംഭവം. പിന്നെ പരീക്ഷയ്ക്ക് എന്നാ നാളുണ്ടെന്ന് ഞാൻ ചെയ്ത് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞു. അവൾക്ക് ഈ ടെൻഷനെല്ലാം കൂടെ കയറിയിട്ട് എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്തുമാത്രം ഒരു കൊച്ചിനെ അപമാനിക്കുക, അത് മുഴുവൻ അപമാനിച്ചു. ആ കൊച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമതകൾ എന്തുമാത്രം. എൻ്റെ കുഞ്ഞിന് ഞാൻ വിളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വീട്ടിലോട്ട് പോരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ബുക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വായി പിടിച്ചിടത്തോളം പറഞ്ഞു. ഉടനെ അവരെന്നോട് പറഞ്ഞ വർത്താനം കേൾക്കണോ, വിഷമിക്കൊന്നും വേണ്ട, തിങ്കളാഴ്ച എൻ്റെ അടുക്ക വരാൻ പറ, ഞാൻ ഒപ്പിട്ട് കൊടുത്തോളാമെന്ന്. എടുത്തടിച്ച് അവൾ എന്നോട് പറഞ്ഞ വർത്താനം. അപ്പം മുഖന്നോട്ടോ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് ഓർത്തോണം. അത്രയും ഒരു പരട്ട കോളേജായിരുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, ഒരു പരട്ട കോളേജാണെന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മയാണ്. അവിടെ തൻ്റെ മകൾ നേരിടേണ്ടി വന്ന ദുരനുഭവം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് പ്രവീണിനോട്. അപ്പോൾ അമ്മുവിൻ്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കും പങ്കുണ്ട് എന്നതിൻ്റെ സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഒരു പെൺകുട്ടി കൂട്ടമായിട്ട് അവിടെ 2-3 വിദ്യാർത്ഥിനികളിൽ നിന്ന് നിരന്തരമായിട്ട് മാനസിക പീഡനം ഏറ്റുവാങ്ങിയത് അതിൽ കാര്യമായിട്ടൊരു നടപടിയും എടുക്കാതെ ആ സ്കൂൾ അധികൃതർ ഇരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല സമാനമായ അനുഭവം ഒരു വിദ്യാർത്ഥിനി പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിൽ അമ്മുവിനുണ്ടായ അനുഭവം, ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായി. നാം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുൻ വർഷങ്ങളിലും സമാന രീതിയിൽ ആ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാനസികമായിട്ടുള്ള പീഡനം പല രീതിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാം കേട്ടത് കഴിഞ്ഞ അധ്യയന വർഷം അവിടെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ ശബ്ദ സന്ദേശമാണ് നാം കേട്ടത്. ആ ശബ്ദ സന്ദേശത്തിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ അമ്മുവിനെ സംബന്ധിച്ചും നാം നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അമ്മുവിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം നഴ്സിംഗ് കോളേജിൽ വന്നത് ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ചാണ്. അതായത് കോളേജിൽ നിന്നും ലോഗ് ബുക്ക് കാണാതാകുന്നു. ആ ലോഗ് ബുക്ക് എടുത്തത് അമ്മു ആണെന്നൊരു ആരോപണം അവിടെ ഉയർന്നിരുന്നു. അത് സ്വാഭാവികമായും അമ്മുവിനെ തകർത്തിയിരിക്കും. സമാന സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ അധ്യയന വർഷം ഇപ്പോൾ നാം കേട്ട ആ അമ്മയുടെ മകൾക്കും അവിടെ സംഭവിച്ചത്. ആ അമ്മ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് ബുക്കിൽ
ആ ടീച്ചറുടെ ഒപ്പ് ആ കുട്ടി ഇട്ടു എന്നാണ് പറഞ്ഞത്. അതായത് അവരുടെ മകൾ ഇട്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ നാം കേട്ടതുപോലെ തന്നെ മറ്റുള്ള സഹപാഠികളുടെ മുന്നിൽ വെച്ച് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്തിനാണ് ഇങ്ങനെ കള്ള ഒപ്പ് ഇട്ടതെന്ന് ചോദിച്ചു. സ്വാഭാവികമായും ആ വിദ്യാർത്ഥിനിക്കും വലിയ മാനസിക ആഘാതം ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ അമ്മ അക്കാര്യത്തിൽ ഉടനെ ഇടപെടുകയും മകളെ ആശ്വസിപ്പിക്കുകയും പിന്നീട് മകളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ആ മകൾക്കൊരു ധൈര്യം കിട്ടിയത്. ഇപ്പോൾ ആ കുട്ടി മറ്റൊരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഏതായാലും സമാന സാഹചര്യം മുൻ അധ്യയന വർഷങ്ങളിലും അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ ആ ടീച്ചറുടെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അവർ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും ആ അമ്മയുടെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഇതും പോലീസ് അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നതും. ഓക്കെ, താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. അത് നിർണായകമാണ്, ചില സൂചനകളുമാണ്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിനെതിരെ ആരോപണം വരുന്നു. മുൻ വിദ്യാർത്ഥിനിയുടെ അമ്മയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ റിമാൻഡിലുള്ള 3 വിദ്യാർത്ഥികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ അലീന, അഷിത, അഞ്ജന എന്നിവരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടേക്കും എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്.